മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനത ന്യൂസിന്റെ പുതിയൊരു ലൈവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ലൈവ് വിടുന്നത് എന്റെ വീടിന് മുമ്പിൽ വച്ച് തന്നെയാണ്. കരാട്ട ക്ലാസ്സിന് മുമ്പിൽ നിന്നാണ് ഈ ഒരു ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. കാരണം 3-4 ദിവസമായി എന്റെ വീടിന്റെ മുമ്പിലുള്ള പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴായി പോകുന്നുണ്ട്. വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അവര് പക്ഷേ നടപടി എടുത്തിട്ടില്ലായിരിക്കും. അറിയിച്ചു. അതിനുശേഷം മുകളിൽ നിന്ന് വരും എന്നൊക്കെയുള്ള മറുപടി അല്ലാതെ ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല. ഈ ഒരു 3-4 ദിവസമായി ശുദ്ധജലം ഇങ്ങനെ പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിത്തിരിവ് പഴയ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ സമീപം കരാട്ട ക്ലാസിന്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പരമാവധി ഷെയർ ചെയ്യണം. ഈ ശുദ്ധജലം പലർക്കും കിട്ടാതെ പോകുന്ന അവസ്ഥയിൽ ഇതേപോലെ പാഴായി പോകുമ്പോൾ അതിനെ അധികാരികൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ലൈവ് വഴി അറിയിക്കാനുള്ളത്. കാരണം സാധാരണ നമ്മളിപ്പോ പഞ്ചായത്ത് അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ പരിധിയിൽപ്പെട്ട പല വീടുകളിലേക്കും പൈപ്പ് കണക്ഷൻ കൊടുക്കുകയും മുക്കിന് മൂലയിലുള്ള എല്ലാ പൈപ്പും അത് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോഡിൽ പൈപ്പില്ല. എന്നാൽ പല വീടുകളിലും റോഡിൽ നിന്ന് തന്നെയാണ് പൈപ്പ് കണക്ഷൻ വീട്ടിലേക്ക് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇത് റോഡിന്റെ ചുമരോട് ചേർന്ന് അല്ലെങ്കിൽ വീടിന്റെ ചുമരോട് ചേർന്ന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അത് ഒരു സേഫ്റ്റി ആയിരിക്കും. എന്നാൽ അത് പിന്നെ പൂശുകയോ അല്ലെങ്കിൽ അത് സേഫ്റ്റി എടുക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ ഇത് സേഫ്റ്റി ആകാത്തതിന്റെ ഒരു കാരണം കൊണ്ട് തന്നെ പൈപ്പ് ലൈൻ മറ്റ് വാഹനങ്ങൾ പോവുകയോ അല്ലെങ്കിൽ തടി കൊണ്ടിടുകയോ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകുന്നത് സ്വാഭാവികമാണ്. പലപ്പോഴും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് 3-4 ദിവസമായി ഇത് പാഴായി പോകുന്നുണ്ടെന്ന് ഞായറാഴ്ചയാണ്. നാളെയെങ്കിലും ഇതിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ മലയാള ന്യൂസിന്റെ പ്രേക്ഷകർ മുമ്പ് ഷെയർ ചെയ്തതുപോലെ അതിനകത്ത് ഷെയർ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിനൊരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം മതിലോട് ചേർത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പൈപ്പ് ഇപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ട്. നമുക്ക് തന്നെ ലൈവിലേക്ക് പോകാം, സമയം കളയണ്ട. ഇതിപ്പോ പള്ളിത്തിരിവ് ഫാത്തിമ ഹോസ്പിറ്റൽ ലൈനാണ്. നേരെ അവിടെ നിന്ന് നേരെ ഹൈവേയിലേക്ക് കയറുന്ന ഭാഗമാണ്. ഇതാണ് കരാട്ട ക്ലാസ്. എന്റെ കരാട്ട ക്ലാസ് ആണ്. അപ്പൊ ഇതിന് ഈ കരാട്ട ക്ലാസിന്റെ മുമ്പിലുള്ള വീട്ടിൽ ഇവിടെ നിന്നാണ് ഈ വെള്ളം പൊട്ടിപ്പോകുന്നത്. ഈ വീട്ടിലേക്കുള്ള കണക്ഷനാണ്. ഏതാണ്ട് ഇതിന്റെ ഉള്ളിലോട്ടാണ് ഗേറ്റ്. ഈ ഗേറ്റിന്റെ മുമ്പിലുള്ള ഈ പൈപ്പാണ്. ഇത് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിന് സ്വാഭാവികമായും ആരെങ്കിലും ചവിട്ടുകയോ തടി കൊണ്ടിടുകയോ അല്ലെങ്കിൽ വണ്ടി പോവുകയോ ചെയ്യുമ്പോൾ ഇത് പൊട്ടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പൊ ഇതിപ്പോ ഈ വീട് സ്ഥലം കച്ചവടമായ സ്ഥിതിക്ക് ഇതിന്റെ മതിൽ പൊളിച്ചപ്പോഴായിരിക്കണം ഇത് പൊട്ടി വെള്ളം ശുദ്ധമായി പോകുന്നുണ്ട്. പല ആളുകൾ ഇവിടുത്തെ പ്ലംബർമാരൊക്കെ വിളിച്ച് കാണിച്ചു. പക്ഷെ ആ പ്ലംബർമാർ പറഞ്ഞത് തന്നെ ഇത് സർക്കാരിന്റെ റോഡിന്റെ ഭാഗത്തുള്ളതും ഒരു പ്രൈവറ്റ് അല്ലാത്തതും കൊണ്ട് ഇതിനെ നമുക്ക് കൈവയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരാരും ശരിയാക്കാൻ പറ്റില്ല, വാട്ടർ അതോറിറ്റി അറിയിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരേക്കും ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. ഈ 3-4 ദിവസമായി ഈ വെള്ളം, ഈ ശുദ്ധജലം ഇങ്ങനെ പാഴായി ഇവിടെ നിന്ന് ഒഴുകി ഏകദേശം അങ്ങറ്റം വരെ എത്തുന്ന അവസ്ഥയിലേക്ക് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സാധാരണ വെള്ളം മീറ്റർ കൂടുന്നതിനനുസരിച്ച് അതിനെല്ലാം വാടക ഈടാക്കുന്ന സംഭവമാണ് ഉള്ളത്. പക്ഷെ ഇങ്ങനെ പാഴായി പോകുന്നതിന് എന്തുകൊണ്ടാണ് സർക്കാർ ഒരു അമാന്തത കാണിക്കുന്നത്? അവരൊരു സീരിയസ്നെസ് കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രയാസകരമായ ഒരു അവസ്ഥയാണ്. കാരണം പൊതുമുതലാണ്, എല്ലാവർക്കും ആവശ്യമുള്ളതാണ്, പ്രത്യേകിച്ച് ശുദ്ധജലമാണ്. ഈ ശുദ്ധജലമാണ് ഇങ്ങനെ റോഡിലൂടെ ഒഴുകി പോകുന്നത്. മഴ പെയ്യുന്ന സമയത്ത് ഈ വെള്ളം ഒഴുകുമ്പോൾ അതിനോടൊപ്പം ഈ വെള്ളം നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പൊ ഈ ഹോളോബ്രിക്സ് ഇതിന്റെ ഈ കല്ലിനകത്തൂടെ, ഹോളോബ്രിക്സിന് അകത്തൂടെ തന്നെ ഈ വെള്ളം ധാരാളം ഒഴുകി പോവുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ വെള്ളത്തിന്റെ പേരിൽ തന്നെ ഒരുപാട് കരവും അതോടൊപ്പം തന്നെ വാടകയും ഇന്ന് ശക്തമായ നിലയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വെള്ളക്കരം, കാരണം വെള്ളത്തിന്റെ വാടക നേരത്തേക്ക് കുറവായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ വെള്ളത്തിന്റെ വാടക തന്നെ ഭയങ്കരമായി ഭീമമായ ഒരവസ്ഥയിലേക്കാണ് വാടക വന്നുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ബില്ലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്കൊന്നും താങ്ങാൻ പറ്റുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇതേപോലെ വെള്ളം പൊട്ടി പാഴായി പോകുന്നത്. ഇതിന് ആര് സമാധാനം പറയും? അത് സർക്കാർ ഒന്ന് കാണേണ്ടതുണ്ട്. വാട്ടർ അതോറിറ്റി അതിന് മുൻകൈ എടുക്കേണ്ടതുണ്ട്. ഇതേപോലെ സേഫ്റ്റി ഇല്ലാത്ത നിലയിൽ എവിടെയെങ്കിലും പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തിട്ട് അത് സേഫ്റ്റി ആക്കുകയും ചെയ്യണം എന്നാണ് മലയാള ജനത ന്യൂസിനും പറയാനുള്ളത്. എനിക്ക് തന്നെ അതോടൊപ്പം വേറൊരു ന്യൂസ് കൂടെ ചെയ്യണം, അത് പിന്നീട് ചെയ്യാം. അഥവാ എന്റെ തന്നെ ബിൽ നമ്പർ, അഥവാ എന്റെ ഗൂഗിൾ പേ നമ്പറിലേക്ക് ബില്ല് പേ ചെയ്യാൻ ഒരു കണക്ഷൻ ഇപ്പൊ എളുപ്പം ആക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഗൂഗിൾ പേ വഴി തന്നെ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, ബില്ല് പേ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഞാൻ എന്റെ ബില്ല് പേ ചെയ്യുന്നതോടൊപ്പം വേറെയും ഒരു ബില്ല് പേ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. കാരണം ഗൂഗിൾ പേയിൽ നേരെ വരുന്ന സമയത്ത് നമ്മൾ നേരെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും, നേരെ ഓപ്പൺ ആവും. അങ്ങനെ അവസാനം അതിലേക്ക് ആ ബില്ല് പേ ചെയ്തു പോകും. പക്ഷെ 2 ബില്ലാണ് ഇപ്പോൾ എന്റെ ഗൂഗിൾ പേയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായപ്പോഴാണ് അതിന്റെ ആ ഒരു കാര്യം സത്യത്തിൽ ബോധ്യപ്പെട്ടത്. അഥവാ വേറെ ഏതോ ഒരാളുടെ
ബില്ലും എന്റെ ലിങ്കുമായിട്ട് അഥവാ എന്റെ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യിച്ചിട്ടുണ്ട്. ആ ലിങ്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ, ബില്ല് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ ബില്ലും കൂടെ ഞാൻ പേ ചെയ്യേണ്ട അവസ്ഥ. ഇത് ഞാൻ വാട്ടർ അതോറിറ്റി അറിയിച്ചു, ഇത് റീഡ് ചെയ്യാമെന്ന ആളെ അറിയിച്ചു. അപ്പൊ അവര് പറഞ്ഞത് ഇത് ഓക്കെ ക്ലിയർ ആക്കാം, ഇനി ഇത് വരില്ല എന്ന് പറഞ്ഞ് നമ്പർ എന്റെ കയ്യിൽ വാങ്ങിച്ചു. എന്റെ നമ്പർ, എന്റെ ID നമ്പർ, ഈ വരുന്ന നമ്പരൊക്കെ ഞാൻ കൊടുത്തു. പക്ഷെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കണം. അതൊന്നും ഞാനിപ്പോ അടക്കാനില്ല. അത് നമുക്ക് പുതിയൊരു ന്യൂസായിട്ട് അത് എന്തായാലും ചെയ്യേണ്ടതുണ്ട്. പലരും അതൊക്കെ അബദ്ധവശാൽ ചിലപ്പോൾ നമ്മുടെ കറണ്ട് ബില്ലും വാട്ടർ അതോറിറ്റി ബില്ലൊക്കെ ചിലപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് വരുമ്പോൾ അത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യും, നേരെ പോവും, എത്രയാണ് കാശ് നമ്മൾ അടയ്ക്കും. പക്ഷെ അത് നമ്മുടെ ID ആണോ, നമ്മുടെ ബില്ലാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പൊ എനിക്കിത് ഒരു വലിയൊരു അബദ്ധം പറ്റിയിരിക്കണം. വലിയ തുകയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും ചെറിയ തുക എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ അക്കൗണ്ടിലേക്ക്, എന്റെ ഗൂഗിൾ പേ നമ്പറിലാണ് വേറെ ഏതോ ഒരാളുടെ അക്കൗണ്ട് പൈസ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ അടയ്ക്കുന്നില്ല. അത് നമുക്ക് പുതിയൊരു ന്യൂസായിട്ട് എന്തായാലും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞതുപോലെ ആ ബില്ല് നിങ്ങളതാണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക, എന്നിട്ട് മാത്രമേ പേ ചെയ്യാവൂ. ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും നിങ്ങൾ പേ ചെയ്യുന്നത്. അത് വാട്ടർ അതോറിറ്റിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാലും ഇപ്പോൾ ഈ ഒരു ന്യൂസ് ചെയ്യാൻ കാരണം ഈ പള്ളിത്തിരിവ് ഫാത്തിമ ഹോസ്പിറ്റലിന് സമീപം എന്റെ കരാട്ട ക്ലാസ് ആണ്. ഈ കരാട്ട ക്ലാസിന്റെ സമീപത്തുള്ള പ്രദേശത്തു നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ പാഴായി പൊട്ടി പൊക്കോണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. കാരണം ശുദ്ധജലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെയും അവരാരും തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നാളെ തന്നെ ഇതിനൊരു ഉചിതമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മലയാള ന്യൂസിന്റെ ഇതേപോലെ റിപ്പോർട്ട് വരുമ്പോൾ ഉടനടി വാട്ടർ അതോറിറ്റിയും പരിഹാരം കാണാൻ ആളെ അയക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതിനും പരിഹാരം കാണാൻ ആളെ അയക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പുതിയ ന്യൂസുമായി കാണുന്നവരെ തൽക്കാലം വിടാം. നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിക്കാണ്. ബൈ. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ, വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.